മൈ പാഷൻ മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇതിൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ് 7ാമത്തെ എൻ്റെ പാർട്ട് 3 ആയ സ്റ്റിച്ചിങ് ആണ്. ഇതുവരെയുള്ള എല്ലാ സ്റ്റിച്ചിങ് ക്ലാസ്സിൻ്റെ വീഡിയോസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബ്ലോഗും ഉണ്ട്, അതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട്. ബ്ലോഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മലയാളത്തിലും ഇംഗ്ലീഷിലും അതിലുണ്ടാകും. ഒരു സ്റ്റിച്ചിങ് ബുക്ക് പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നല്ല തുണിയുടെ ചീത്ത വശത്ത് ലൈനിങ് തുണി വെച്ച് നമ്മൾ ഈ 3 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇത് ഒട്ടും കട്ടിയില്ലാത്ത തുണി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനേക്കാൾ മുൻപ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ലൈനിങ് തുണിയുടെ അടിവശം നമ്മൾ മടക്കി അടിക്കണം. ഇത് ചെയ്തിട്ടില്ല. ഇതിപ്പോ ഞാൻ ചെറുതായിട്ടേ മടക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചുരുണ്ടു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ക്രോസ് ആയിട്ട് പറ്റിയതുകൊണ്ട് ചിലപ്പോൾ ചുരുണ്ടു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഞാൻ മടക്കി സ്റ്റിച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ 2 സൈഡുകൾ തമ്മിൽ കൂട്ടിയടിക്കുകയാണ്. ഇങ്ങനെ പിന്നി പോണ തുണിയാണ്, അതെപ്പോഴും ശ്രദ്ധ വേണം. ഞാൻ ജസ്റ്റ് ഒരു മടക്ക് മാത്രം മടക്കി അടിക്കുകയാണ്. 2 സൈഡും അടിക്കണം. ഈ സൈഡ് ഇതുപോലെ തന്നെ ഒരു മടക്ക് മടക്കി ഇനി ചെയ്യാനുള്ളത് അടിവശമാണ്. വളരെ ചെറുതാക്കി മടക്കുക, എന്നിട്ട് ഒരു മടക്കൂട് മടക്കുക. അങ്ങനെ 2 മടക്ക് മടക്കി ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. കഴിഞ്ഞാൽ പിന്നി പോണതാണ്. പിന്നി പോവാത്ത തുണിയാണെന്നുണ്ടെങ്കിൽ ഒരു മടക്ക് മാത്രം മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് കൂടുതൽ ബാലൻസ് ഉണ്ടെങ്കിൽ ആ തുമ്പ് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഒരു മടക്കൂടി മടക്കാം. ഞാനിപ്പോൾ പിന്നി പോണ തുണി ആയതുകൊണ്ട് ആദ്യം ഒരു മടക്ക് മടക്കി, രണ്ടാമത്തെ ഒരു മടക്ക് മടക്കി, ഇങ്ങനെ കുഞ്ഞ് 2 മടക്കുകൾ മടക്കിയിട്ട് ഞാനിത് ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യാണ്. ഇതിന് ഇത്ര ചെറുതാക്കി മടക്കണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് അല്ലാണ്ട് നമ്മൾ സാധാരണ അടിക്കണ പോലെ 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് എന്ന രീതിയിലൊക്കെ എടുത്ത് നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ എന്താ പറയുക പിരിച്ചിൽ വരും. ഇതില്ലാണ്ടിരിക്കാനാണ് നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. വീണ്ടും ചെറുതാക്കി 2 കുഞ്ഞ് മടക്ക്, ഞാൻ പിന്നി പോണ തുണി ആയതുകൊണ്ടാണ് കുഞ്ഞ് 2 മടക്ക് ഇടുന്നത്. ചെയ്യേണ്ടത് ഈ മടക്കിയതുണ്ടല്ലോ അതൊന്നും കൂടി ഇങ്ങനെ മടക്കാം. ചെറുതാക്കി മടക്കി ഈ തുമ്പത്തോട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യണ നേരത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഉഴിയുക. അപ്പൊ എന്തെങ്കിലും പിരിച്ചിലോ ചുളിവോ ഉണ്ടെങ്കിൽ അതാണ് മാറി കിട്ടും. വീണ്ടും തുമ്പത്തിന് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ മടക്കി, നമ്മൾ ഓൾറെഡി മടക്കിയിട്ടുണ്ടല്ലോ, അതിന്റെ മുകളിൽ കൂടെ ഒന്നുകൂടി മടക്കി, എന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ പതുക്കെ ഉഴിയാണ്. അപ്പൊ ചുളിവോ പിരിച്ചിലോ ഉണ്ടെങ്കിൽ മാറി കിട്ടും. നമുക്ക് ഈ ചുരിദാറിനെ സ്ലിറ്റൊക്കെ അടിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാറ്. അങ്ങനെ ഞാൻ 2 സ്റ്റിച്ച് ചെയ്ത് എടുത്തു. കണ്ടു, നല്ല ഭംഗിയിൽ കിട്ടിയില്ലേ? ഇതും അതുപോലെ സ്റ്റിച്ച് ചെയ്തു. അടിവശം ഉണ്ട് ചുരുണ്ട് വന്നേക്കണണ്ട. അങ്ങനെ ചുരുളിച്ചില്ലാണ്ടിരിക്കാനാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ട് രണ്ടാമത് ചെയ്തത്. ഇനി നല്ല രീതിയിലൊന്ന് അയൺ ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ അടിവശത്ത് ആ പിരിച്ചിലൊന്നും ഇല്ലാണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഇത്ര കാര്യങ്ങളാണുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ വേസ്റ്റിന്റെ ഭാഗത്തേക്കുള്ള ബെൽറ്റ് ഉണ്ടല്ലോ, അതും ഇതുപോലെ തന്നെ ഒപ്പത്തിനൊപ്പം വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം.
ഇനി നമുക്ക് ബെൽറ്റ് ശരിയാക്കാം. സ്കേർട്ടിന്റെ കനം കുറഞ്ഞ തുണി ആയതുകൊണ്ട് ഞാൻ അതിന് ലൈനിങ് തുണിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 പീസായിട്ട് എടുത്തേക്കണേ. 2 പീസായിട്ട് എടുക്കണമെന്നില്ല, സിംഗിൾ പീസിൽ തന്നെ നമുക്ക് എടുക്കാം. ഞാൻ ഇനിയിപ്പോൾ ആദ്യം തന്നെ ഈ സ്കേർട്ടിന്റെ ഈ ബെൽറ്റിന്റെ 3 സൈഡ് അടിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് മടക്കി 3 സൈഡ് അടിക്കാം. രണ്ട് പീസായിട്ട് എടുക്കണമെന്നില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ 2 പീസായിട്ട് എടുത്തുന്നേ ഉള്ളൂ. സിംഗിൾ പീസായിട്ട് എടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഇനി നമ്മൾ എടുക്കാൻ പോണ തുണി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അളന്ന് നോക്കാം. അതുപോലെ രണ്ടും സെയിം ലെവൽ തന്നെയാണ് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ 2 പീസ് ആയതുകൊണ്ട് ഞാൻ സൈഡ് തമ്മിൽ കൂട്ടി ജോയിൻ ചെയ്യാണ്. വശവും നല്ല വശവും തമ്മിലേയും കൂട്ടി യോജിപ്പിച്ചു. ഞാൻ പറഞ്ഞില്ല, സിംഗിൾ തുണിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ 2 പീസായിട്ട് എടുത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. രണ്ട് പീസ് ഇനി ജോയിൻ ചെയ്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വെച്ച് കൂട്ടി സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ മാത്രം. അങ്ങനെ നമ്മളുടെ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അടിവശം സ്റ്റിച്ച് ചെയ്തു. ഇനി സ്കേർട്ടുകൾ തമ്മിൽ സ്റ്റിച്ച് ചെയ്യാം. നല്ല വശവും തമ്മിൽ കൂട്ടി ഇങ്ങനെ വെക്കുക. വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുത്തേക്കണ ലെവല് കറക്റ്റ് അല്ലേ എന്ന് നോക്കാം. നമ്മളെപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാറ്. ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ 1 or 2 ഒരു നുള്ളിന് ഇത്തിരിക്കോളം വ്യത്യാസം എങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന നേരത്തെ ഒരു പൊടിക്ക് ഇങ്ങനെ കയറ്റി വെച്ച് അടിക്കുക. അറിയാത്ത രീതിയിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ ഇതുപോലെ വെക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡ് ഇപ്പോൾ കൂട്ടി ജോയിൻ ചെയ്യണില്ല. അതിന് പകരം നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇനി നമ്മളുടെ സ്കേർട്ടിന്റെ ബാക്ക് സൈഡ് കൊള്ളില്ലാത്ത വശവും നമ്മളിപ്പോൾ ബെൽറ്റിന് വേണ്ടി തയ്യാറാക്കിയേക്കണതിന്റെ നല്ല വശവും തമ്മിൽ കൂട്ടി വെക്കുക. ഞാനിപ്പോൾ ഓൾറെഡി സ്റ്റിച്ച് കൊടുത്തത് കൊണ്ട് ഞാൻ ഇതിനെ തന്നെ സെന്ററാക്കി എടുക്കുകയാണ്. ശരിക്കും നമ്മൾ കാരണം ഈ ജോയിന്റ് ഒരുമിച്ച് വരാൻ വേണ്ടി മാത്രം ഞാൻ അങ്ങനെ ചെയ്യണമെന്നുള്ളൂ. 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പറഞ്ഞ പോലെ സ്കേർട്ടിന്റെ കൊള്ളില്ലാത്ത ഭാഗവും ബാക്ക് സൈഡും ബെൽറ്റിന്റെ നല്ല സൈഡും തമ്മിൽ ഇങ്ങനെ വെച്ചിട്ട് 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനിത് ഡബിൾ സ്റ്റിച്ച് ഇടാറുണ്ട്. അതുകൊണ്ട് ഞാൻ തുണി റൊട്ടേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇവിടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാണ്. വീണ്ടും നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് എത്തി. നമ്മൾ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇനി ഇതിനെ നല്ല വശത്തേക്ക് ഇടാം. അപ്പൊ ഞാൻ അതിന് മുൻപായിട്ട് ഈ തുമ്പും കൂടി ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്യാണ്. കാരണം സാരിന്ന് എടുത്ത തുണി ആയതുകൊണ്ട് ഒന്ന് പിന്നി പോകുന്നുണ്ട്. അതുകൊണ്ട് തുമ്പ് ഞാൻ ചേർത്ത് സ്റ്റിച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഓവർലോക്ക് മെഷീൻ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ചെയ്യേണ്ടത്, ഇത്ര ഭാഗം നമുക്ക് കൂടുതൽ വന്നിട്ടുണ്ട്. നമുക്കൊരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് 2 സൈഡും കട്ട് ചെയ്ത് കളയാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്യണമെന്നുള്ളൂ, വേറൊന്നും നമ്മൾ അവിടെ ചെയ്യില്ല. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ മടക്കാം. ഞാനിവിടെ പിന്നി പോകുന്നത് കൊണ്ട് ഞാൻ തുമ്പത്ത് ഒരു മടക്ക് കൊടുക്കുന്നുണ്ട്. പക്കത്തിൽ പറഞ്ഞില്ല 3 സൈഡിലും ഒരു സ്റ്റിച്ച് കൊടുക്കണമെന്ന്. നമുക്ക് കറക്റ്റ് വേസ്റ്റിലുള്ള തുണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവിടെയും ഈ രണ്ട് അറ്റത്തും നമുക്ക് സ്റ്റിച്ച് കൊടുക്കായിരുന്നു. ഞാനിപ്പോൾ വേസ്റ്റിനേക്കാളും കുറച്ച് കൂടുതൽ തുണി എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ
ഇത് സിംഗിൾ പീസായിട്ട് എടുക്കാണ്ട് ഞാൻ 2 പീസായിട്ട് 2 പീസായിട്ടാണ് ഈ വേസ്റ്റിനുള്ള തുണി എടുത്തത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കൂടുതൽ വന്നത്. സിംഗിൾ പീസായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കറക്റ്റ് 1 ഇഞ്ച് മാത്രമേ എക്സ്ട്രാ കൂടുതൽ എടുക്കേണ്ട ആവശ്യം വരുള്ളായിരുന്നു. ഞാനിപ്പോൾ ഈ 2 സൈഡ് ആദ്യം തന്നെ ഒന്ന് മടക്കിയടിക്കുകയാണ്. ഇതുപോലെ ഇപ്പുറത്തെ സൈഡും. ഇനി ചെയ്യാനുള്ളത് നമ്മളിങ്ങനെ മടക്കി ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ മടക്കി സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ഈ സ്കേർട്ടിന്റെ ഈ ലെവലിക്ക് തന്നെ ഈ ബെൽറ്റിന്റെ തുണി ഇങ്ങനെ മടക്കാം. മനസ്സിലായില്ലേ? എന്നിട്ട് വേണം നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്ന ഈ സ്റ്റിച്ച് കവർ ചെയ്യത്തക്ക രീതിയിൽ മടക്കി ഇങ്ങനെ വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ കാട്ടിത്തരാം. ഇത് ഈ മടക്കിനെ ഈ വേസ്റ്റിന്റെ അവിടുത്തെ ഈ മടക്കിനെ ഇങ്ങനെ മുകളിലേക്ക് ആക്കാം. എന്നിട്ട് ഈ തുമ്പ് ഇങ്ങനെ ഒപ്പത്തിനൊപ്പം വെക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനിങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ മടക്കിയെടുക്കാം. മനസ്സിലായില്ല? അപ്പൊ നമ്മുടെ ഈ വേസ്റ്റിന്റെ അവിടുത്തെ ഈ സീം അലവൻസ് നമ്മൾ ഈ തയ്ക്കുന്ന തുണിയുടെ ഉള്ളിലേക്ക് പോയിക്കോളും. കണ്ടാ? അപ്പോൾ ക്ലിയർ ആയത് കണ്ട? അങ്ങനെ ചെയ്യാം. അപ്പൊ ചെയ്യുമ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ വേസ്റ്റ് എവിടെയാണോ വരുന്നത് അവിടേക്ക് ഈ ബെൽറ്റിന്റെ ഈ മടക്കിന് മടക്കാം. എന്നിട്ട് മുകളിന്ന് താഴേക്ക് ഇങ്ങനെ മടക്കാം. ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് എന്നിട്ട് അരികത്തോടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇങ്ങനെ അരികത്തോടെ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് നമ്മുടെ ഈ സീം അലവൻസ് കാണാൻ പാടില്ല. അതായത് ഇവിടുത്തെ സ്റ്റിച്ച് കാണാത്ത രീതിയിൽ അതിനെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. അതിനെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് ഫ്രണ്ടിലേക്ക് കയറ്റി വെക്കുക. അപ്പം നമ്മൾ ആ താഴത്തെ സ്റ്റിച്ച് കാണില്ല. ഈ അറ്റത്തും വരുമ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ഇതും ഇങ്ങനെ മടക്കി ഇങ്ങനെ വെക്കുക. നല്ല ഭംഗിയില് നമുക്ക് വേസ്റ്റ് കിട്ടിയതുണ്ട. കറക്റ്റായിട്ട് ഉണ്ടാ കിട്ടിയില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ 2 സൈഡ് നമുക്ക് കൂട്ടി ജോയിൻ ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് സൈഡ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ 5 ഇഞ്ച് ഞാൻ കൊടുത്തത് ഓർക്കണില്ലേ? 5 ഇഞ്ചോ അല്ലെങ്കിൽ 4 ഇഞ്ചോ സൈഡ് ഓപ്പണിംഗ് ആയിട്ട് കൊടുക്കാം. അത് നമ്മൾ വേസ്റ്റിന്റെ ഇവിടുന്നേ ഇങ്ങോട്ട് 5 ഇഞ്ച് വേണമെങ്കിൽ കൊടുക്കാം. കുഞ്ഞു കുട്ടിയുടെ ആയതുകൊണ്ട് ഞാനൊരു 4 ഇഞ്ച് മാത്രമേ സൈഡ് ഓപ്പണിംഗ് കൊടുക്കുന്നുള്ളൂ. വലിയവർക്കാണെങ്കിൽ ഒരു 5 ഇഞ്ച് കൊടുക്കാം. അപ്പം ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ചെരിച്ച് വേണം സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് വരാനായിട്ട്. നമ്മൾ 2 സൈഡും മടക്കി അടിച്ചതുകൊണ്ട് നമുക്ക് ഇനി ഇവിടുന്നേയാണ് മടക്കി അടിക്കേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ ഒപ്പത്തിനൊപ്പം വെച്ചു. ഞാനൊന്ന് ചെരിച്ചടിച്ചു. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇങ്ങറ്റം വരെ 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ ഗ്യാപ്പ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്തെങ്കിലും നേരിയൊരു പൊടിക്കൊരു വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നേരിയതായിട്ടൊന്ന് ഇവിടെ മടക്കി വെച്ച് അടിക്കാം. വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം. ഞാനിത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുകയാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടിവശം വേണമെങ്കിൽ ഒന്നുകൂടി ഉരുട്ടി അടിക്കണമെങ്കിൽ അടിക്കാം. ഞാനിപ്പോൾ ഒന്നും ചെയ്യണില്ല. എക്സ്ട്രാ നൂലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയും. നല്ല വൃത്തിയിൽ അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി പാവാടി. അയൺ ചെയ്യുമ്പോൾ ഈ മടക്കൊക്കെ വരുമ്പോണ്ടല്ല, ഇതിങ്ങനെ നിവർത്തിയിട്ട് ആദ്യമായിട്ട് അയൺ ചെയ്യുമ്പോൾ ഇങ്ങനെ നിവർത്തിയിട്ടൊന്ന് അയൺ ചെയ്യാം. അപ്പം ഈ മടക്കമൊക്കെ ഈ സ്റ്റിച്ച് ചെയ്തതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. ഇങ്ങനെ നിവർത്തിയിട്ട് അയൺ ചെയ്തെടുക്കുക. ആദ്യമായിട്ട് അയൺ ചെയ്യും കേട്ടോ. ഇതെപ്പോഴും ശ്രദ്ധ വേണം. ഇങ്ങനെ നിവർത്തിയിട്ട് ഈ മടക്കമൊക്കെ നല്ല രീതിയിൽ അയൺ ചെയ്തെടുക്കുക. ഇനി നമുക്കിവിടെ ഹുക്ക് വെക്കണം. അപ്പം അതിന് വേണ്ടി ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ തുണി എടുത്തിട്ടുണ്ട്. ലൈനിങ് തുണി എടുത്തേക്കണം, കട്ടിയില്ലാത്തത് കൊണ്ട്. അപ്പം നമുക്ക് ഹുക്ക് ഏത് ഭാഗത്ത് വെക്കാമെന്ന് നമ്മൾ നോക്കാം. ഇങ്ങനെയാണ് നമ്മൾ സ്കേർട്ട് ഇടാം. അപ്പം ഇവിടെ നമ്മൾ ഹുക്ക് വെക്കും. ഇവിടെ നമ്മൾ ഹുക്കിനുള്ള ഞാൻ എടുത്തേക്കണത് ഇങ്ങനത്തെ ഹുക്കാണ്.
നമ്മുടെ ഈ ബെൽറ്റ് നമ്മൾ എത്ര കൊടുത്തേണ്? ബെൽറ്റിന് നമ്മൾ 2 ഇഞ്ചാണ് കൊടുത്തേണ്. മനസ്സിലായില്ലേ? ഞാൻ ഓൾറെഡി നമ്മൾ 2 ഇഞ്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടാ? 2 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. ലൈനിങ് തുണിയാണ്. എൻ്റെ ഈ നല്ല തുണിക്ക് കട്ടി കുറവായതുകൊണ്ടാണ് ഞാൻ ലൈനിങ് തുണി എടുത്തത്. ഇതിന്റെ 4 സൈഡും നമുക്ക് മടക്കിയടിക്കാം. സൈഡ് അടിച്ചേക്കുന്നത് ഇവിടെ എനിക്ക് ഓൾറെഡി മടക്കമുള്ളത് കൊണ്ടാണ് ഈ സൈഡ് അടിക്കാൻ വരുന്നത്. ഇങ്ങനെ വരും. മനസ്സിലായില്ലേ? ഏതു ഭാഗത്താണ് ഹുക്ക് വെക്കണേന്ന് നോക്കാം. ഇവിടെയാണ് ഞാൻ ഹുക്ക് വെക്കണേ. അപ്പൊ ഇവിടെ വേണം നമുക്ക് ഇത് വെക്കാനായിട്ട്. ഇത് വെക്കുമ്പോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഇങ്ങനെ മടക്കിയടിക്കാം. ഹുക്ക് ഇടാനായിട്ട് എന്തോരം വേണം നോക്കാം. ഇതിപ്പോ ഇങ്ങനെ എടുത്തതിന് ഇങ്ങനെ മടക്കിന്ന് വിചാരിക്കാം. ഇങ്ങനെ മടക്കി കഴിഞ്ഞാല് ഈ ഹുക്ക് ഇതിൻ്റെ ഉള്ളില് കയറാനുള്ള ഗ്യാപ്പ് ഉണ്ടോന്നും കൂടി നോക്കിക്കൊള്ളട്ടെ. ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ പറ്റും. ഇതില്ലാണ്ടിരിക്കാനാണ് ഞാൻ പറയണേ. ഗ്യാപ്പ് ഉണ്ടോന്നും കൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പില് നമുക്കിത് ഇങ്ങനെ വെക്കാം. 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് അതുപോലെ ഇപ്പുറത്തെ സൈഡും ഇങ്ങനെ തന്നെ വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ ഇടാനുള്ള ഹുക്കിന്റെ ഇത് റെഡിയായി. സെന്ററിൽ ഇടാം. ഇനി 2 എണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് 2 ഇതായിട്ട് ഇട്ടിട്ട് സെന്ററിൽ കൂടെ വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. നോക്കിയേ, ഇതിപ്പോ 1.5 തികച്ചില്ല. ഇത്രയുമാണ് ഗ്യാപ്പ് വരണേ. ഞാൻ അതിന്റെ സെന്റർ നോക്കി. ഇതാണ് ഇതിന്റെ സെന്റർ വരുന്നത്. ഈ സെന്ററിൽ കൂടെ ഞാനൊരു സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വെക്കാൻ പോണ ഹുക്ക് ഇതിൽ കയറുമെന്ന് ആദ്യം തന്നെ നോക്കാം. ഇവിടെ ഒരെണ്ണം കയറ്റി, ഇപ്പുറത്ത് ഒരെണ്ണം കയറ്റി, രണ്ടും കയറാനുള്ള ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് സെന്ററിൽ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പൊ നമുക്ക് 2 ഹുക്ക് എന്ന രീതിയിൽ വെക്കാം. അപ്പൊ കുറച്ചുകൂടി നമുക്ക് സ്ട്രോങ് ആവും. സെന്ററിൽ കൂടെ സ്റ്റിച്ച് അടിക്കുക. സ്റ്റിച്ച് അടിക്കുമ്പോൾ ഡബിൾ സ്റ്റിച്ച് അടിക്കണം കേട്ടോ. ഇനി നമ്മുടെ ഇങ്ങനെയാണ് സ്കേർട്ട് ഇടണമെന്ന് നോക്കാം. അപ്പൊ ഇവിടെയാണ് അപ്പൊ ഹുക്ക് വരാം. ഈ സൈഡിൽ വേണം വെക്കാനായിട്ട്. ഞാൻ ഈ സൈഡിൽ വെക്കുകയാണ്. ഇപ്പോഴും ഇത് വെക്കുമ്പോൾ സെയിം കളർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലത്. അപ്പൊ പെട്ടെന്ന് എടുത്ത് പുറത്തേക്ക് നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. അവിടെ സെയിം കളർ ആകുമ്പോൾ നമുക്ക് നോട്ടം കിട്ടില്ല. വേറെ ഡിഫറെന്റ് കളർ ആവുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അവിടെ എന്താണെന്ന് ചിലപ്പോൾ പെട്ടെന്ന് ആൾക്കാരും ശ്രദ്ധിക്കും. അതുകൊണ്ട് സെയിം കളർ തന്നെ വെക്കാൻ ശ്രമിക്കുക. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. നമ്മൾ ഹുക്ക് 2 ഹുക്ക് ഇടുന്നുണ്ടല്ലോ. അപ്പൊ കുറച്ച് സ്ട്രോങ് ആവാൻ വേണ്ടി ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. സിംഗിൾ ഹുക്ക് ആണെന്നുണ്ടെങ്കിൽ ഡബിൾ സ്റ്റിച്ച് കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. എന്നാലും കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇങ്ങനെയാണ് ഹുക്ക് വരുന്നത്. അപ്പൊ ഹുക്ക് വെക്കേണ്ട പോയിന്റ് ആദ്യം തന്നെ നോക്കാം എവിടെ വരണേന്നുള്ളത്. ഇങ്ങനെ വെക്കുമ്പോൾ ഇതിന്റെ സെന്ററിലായിട്ട് നമുക്ക് ഇവിടെ ഹുക്ക് വരണം. ഇതിന്റെയും സെന്റർ എന്ന് പറയുമ്പോൾ ഇവിടെയും വരും. 4 ഇഴ നൂല് വേണം. അപ്പൊ ഞാൻ ആദ്യം തന്നെ നൂലിനെ 2 ഇഴയായിട്ടാണ് ഞാൻ നൂലിന് ഇപ്പൊ ഓൾറെഡി എടുത്തേക്കുന്നത്. കണ്ടില്ലേ? ഞാൻ 2 ഇഴ നൂലിനെ ഞാൻ സൂചിയിലേക്ക് കയറ്റി ഞാൻ 4 ഇഴയാക്കണം. സൂചിയിലേക്ക് ഇങ്ങനെ കയറ്റി ഞാൻ 4 ഇഴയാക്കി. ഇത് ഓൾറെഡി 2 ഇഴയുണ്ട്, ഇത് 2 ഇഴയുണ്ട്. അപ്പൊ മൊത്തം 4 ഇഴയായിട്ടുണ്ട്. ഇട്ടിട്ട് കൊടുത്തു. എവിടെയാണ് ഹുക്ക് വെക്കേണ്ടതെന്ന് നോക്കി. നമ്മൾ ഓൾറെഡി അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ആ പോയിന്റ് സെന്റർ ആകത്തക്ക രീതിയിൽ ഇങ്ങനെ വെക്കുക. കയറ്റി വെക്കരുത്, ഒരു പൊടിക്ക് ഇറക്കി വെക്കുക. ഇറക്കി വെച്ച് ആദ്യം താഴെ നമുക്ക് കുത്തിയെടുക്കാം. ഇപ്പോഴും സെയിം കളർ നൂലൻ ഉപയോഗിക്കുക. താഴെ നമുക്ക് കുത്തി ഒരു ലോക്ക് ഇട്ട് കൊടുക്കാം. താഴെ നമ്മൾ ആദ്യം ഒരു ലോക്ക് ഇട്ടു. അങ്ങനെ
ഒരു 2-3 പ്രാവശ്യം അതുപോലെ തന്നെ ചെയ്യാം. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് വേണ്ട നമ്മൾ സെയിം സൈഡിൽ തന്നെ കുത്തിയെടുക്കാനായിട്ട്. അങ്ങനെ ഇവിടെ ഇങ്ങനെ കുത്തി 3 പ്രാവശ്യം കുത്തി ഞാൻ ലോക്ക് ഇട്ടു. എന്നിട്ട് തിരിച്ച് ആദ്യം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്ന് 1-2 കെട്ടിട്ട് നിർത്താം. ഇങ്ങനെ കെട്ടിട്ടു. അപ്പോൾ നമുക്ക് ഇപ്പുറത്തും ചെയ്യാം. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഹുക്ക് നമ്മൾ കൈകൊണ്ടാണ് നമ്മൾ തുന്നി പിടിപ്പിച്ച്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ കൈകൊണ്ട് ഹുക്ക് തുന്നണതിന് പകരം എന്ത് ചെയ്യാം എന്നുള്ളത് ഞാൻ കാട്ടിത്തരാം. 1, 2 ഹുക്ക് ഇട്ടു. ഈ തുടക്കത്തിലേക്ക് ആവുമ്പോൾ വാങ്ങിച്ച ഉടനെ നമ്മൾ ഇത്ര ഗ്യാപ്പ് വരും. അപ്പൊ നമ്മുടെ ആവശ്യത്തിനാക്കിയിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രസ് ആവും. കണ്ടാ, ഇനി നമ്മൾ ഇങ്ങനെ ഹുക്ക് ഇടാം. യെസ്, സ്കേർട്ട് റെഡി ചെയ്തണ്ട. ഇതിപ്പോ ലൈനിങ് തുണി വെച്ചത് കൊണ്ടാണ് ഇത് എടുത്തറിയണേ. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മൾ ഏത് തുണിയാണോ ചെയ്യണ ആ തുണിയുടെ തന്നെ ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തറിയില്ല. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇറക്കം കുറഞ്ഞു പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്ന് ഇറക്കം കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് ഏതാണോ എടുക്കണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട് മാച്ചാണ് ടോപ്പിന്റെ തുണി നമുക്ക് ചെറിയൊരു പ്ലീറ്റ് ഇട്ട് നമുക്ക് അടിയിൽ വെക്കാം. അല്ലെങ്കിൽ ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ സെയിം കളർ തന്നെ ചെറിയൊരു പ്ലീറ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു മോഡൽ സ്കേർട്ട് എന്ന രീതിയിലായി കിട്ടും. എല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.